ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 6:30 ആ ഒരു സമയമാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. കൂടാതെ തന്നെ വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവനായി ഒന്ന് കാണാനും ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ മോനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവന് രാവിലെയാണ് ഇന്ന് മദ്രസയുള്ളത്. അപ്പോൾ പള്ളിയിൽ പോകാനായിട്ട് രാവിലെ തന്നെ അവൻ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ അങ്ങ് പള്ളിയിലേക്ക് വിടുമായിരുന്നേ. അപ്പോഴേക്കും നമുക്ക് പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാലൊക്കെ പോയൊന്ന് എടുത്തു. എന്നിട്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ഈ ഒരു പൂ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ അവിടെയൊക്കെ നിന്ന് പൂവിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോയി. ഇനിയിപ്പം നമ്മുടെ പണികളങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചായയിലങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായക്ക് വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു അരിയും അങ്ങ് അടുപ്പിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പാലും ഒന്ന് തിളച്ചു. അങ്ങനെ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചെന്ന ആ ഒരു സമയത്ത് ഞാൻ അരിയും കൂടി അങ്ങ് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 ഗ്ലാസ് അളവിലാണ് കേട്ടോ അരി എടുക്കുന്നത്. അങ്ങനെ അരിയൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളൊന്ന് കഴുകി നേരെ അങ്ങ് അരിയും അങ്ങ് ഇടുകയാണ്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരെ ഇറക്കി അങ്ങ് റൈസ് കുക്കറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോറും അങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് അങ്ങ് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇത് നമ്മൾ കുക്കറിലാണ് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അങ്ങനെ കുക്കറിൽ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് ഇട്ടു. കൂടെ തന്നെ നമ്മൾ പുട്ടിൻ്റെ ആ ഒരു മാവും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ യൂണിറ്റ് ടേസ്റ്റിൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചു. കൂടെ തന്നെ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് റെഡി ആകുന്നപ്പം ആ കുക്കറിൽ തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഇത്രയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കൂടെ കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങ് ഒരു 2 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് വാടി അങ്ങ് റെഡിയായി കിട്ടുവേ. അങ്ങനെ ഞാൻ കുക്കറൊക്കെ അങ്ങ് അടച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അരിയും ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ റൈസ് കുക്കറിലേക്ക് നമ്മൾ അരിയും അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പുട്ടിൻ്റെ മാവും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ സ്പൂണൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് പോയേ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വന്ന സമയത്ത് നമ്മളതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇട്ട് കൊടുത്തത് കുറച്ച് ചിക്കൻ മസാലയാണ്. എന്നിട്ട് കുറച്ച് കറി മസാലപ്പൊടി ഇട്ടു. പിന്നെ ഒരു പിഞ്ചളവിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുട്ടക്കറിയൊക്കെ സെറ്റാക്കി കുട്ടികൾക്കും ഇക്കാക്ക് കൊടുത്തു. പിന്നെ ഇക്ക അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവർ പിന്നെ ഇവൻ പള്ളിയിൽ നിന്നിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയമായപ്പോഴത്തേക്കും. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ കുറച്ച് നേരം പടമൊക്കെ വരച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഞാൻ ഓർത്തു ഞാനിവിടെ അങ്ങ് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാനും അങ്ങ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത്രയും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതാദ്യം കഴുകി മാറ്റാം, അപ്പം നമുക്ക് കുറച്ച് പണി എളുപ്പമാവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആ പാത്രങ്ങളൊക്കെ അങ്ങ് കയ്യോടങ്ങ് കഴുകി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ അങ്ങ് നീറ്റാക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണി എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ അഴുക്കാകുന്ന പാത്രങ്ങൾ അപ്പം കഴുകി മാറ്റുവാണെങ്കിൽ കുറച്ച് പണി ഈസി ആയിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ പരിപാടിയിലേക്ക് അങ്ങ് നിന്ന് കേട്ടോ. അപ്പം നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു തീയലും പയറും മെഴുക്കുവരട്ടിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. പിന്നെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആകുമ്പോൾ അത് മതിയല്ലോ. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പെട്ടെന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നേരെ നമ്മൾ തേങ്ങ അങ്ങ് വറുത്തെടുത്ത് എന്നിട്ട് തേങ്ങയ്ക്കൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ഇതങ്ങ് ആറാനായിട്ട് അങ്ങ് മാറ്റി വെച്ച് ഇതിപ്പോൾ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അതൊന്ന് ആറാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പയറും കൂടി അങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റിച്ചൂട്ടൻ ഇവിടെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അവന് ഉറങ്ങാനുള്ള ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബഹളത്തിലായിരുന്നു അവൻ.
അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവനെ അങ്ങ് കുളിപ്പിച്ച് അങ്ങ് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിന്നെ പയറങ്ങ് അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടങ്ങ് അടച്ച് വെക്കുകയാണേ. എന്നിട്ട് പിന്നെ ഞാൻ നേരെ നമ്മുടെ റിച്ചൂട്ടനെ കൊണ്ടുപോയി കുളിപ്പിച്ചു. അങ്ങനെ അവനെ കുളിപ്പിച്ച് അവൻ്റെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് അവനെ സുന്ദരനാക്കിയിട്ട് നമ്മൾ നേരെ തൊട്ടിയിലേക്ക് കിടത്തി. അവൻ തൊട്ടിയിൽ കിടന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം അത്രയേ ഉള്ളൂ കേട്ടോ അവൻ ഉറങ്ങുന്നത്. അപ്പോഴേക്കും പിന്നെ ഇക്കാടെ ഉമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പയറൊക്കെ ഒന്ന് തോരനൊക്കെ റെഡിയാക്കി എടുത്തു. കൂടെ തന്നെ നമ്മുടെ തീയലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് നീറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ ആദ്യം പാത്രങ്ങളൊക്കെ കഴുകി മാറ്റിയതുകൊണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിന്നെ അതും കൂടി അങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. റിച്ചൂട്ടൻ അരമണിക്കൂർ ഉറങ്ങത്തോളം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മാക്സിമം ആണ് കേട്ടോ അരമണിക്കൂർ. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴെങ്ങാണ് അവനൊരു 1 മണിക്കൂർ ഉറങ്ങിയാലായി. ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അവന്. അങ്ങനെ ഞാൻ അങ്ങനെ പെട്ടെന്ന് പണികളങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണേ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് അവിടെയും അങ്ങ് തുടച്ച് നീറ്റാക്കി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് ഹാളും ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇതിപ്പോൾ ഞാൻ ഒരു ലിക്വിഡ് ഉപയോഗിച്ചാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. ഇതിപ്പം ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒരുമിച്ചിട്ട് അത് ഇത്രയും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. അടിപൊളി മണമാണ് കേട്ടോ. ഞാൻ മൊത്തത്തിലൊന്ന് സോപ്പിട്ട് ഒന്ന് തുടച്ചൊന്ന് കഴുകി ഇറക്കിയതിന് ശേഷം ഈ ഒരു ലിക്വിഡും കൂടി ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്നും കൂടി ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളുമാണ് കിച്ചണിൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണേ. അങ്ങനെ ഞാൻ അങ്ങനെ മൊത്തത്തിൽ അവിടെ എല്ലാം അങ്ങ് തുടച്ചങ്ങ് നീറ്റാക്കി എടുത്തു. ഈ ഒരു മീൻകുട്ടൻ നമ്മുടെ വാഷിംഗ് ഏരിയയിലിരുന്നായിരുന്നേ. ഞാനിപ്പം ഇതിന് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചു. അവിടെ ഇരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ആ കിച്ചണൊക്കെ നമ്മൾ നീറ്റാക്കി എടുത്തിട്ട് നേരെ ബെഡ്റൂമിലേക്ക് വന്നു. ഇനിയിപ്പം നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് മാറ്റണം. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചൂട്ടൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പിന്നെ അവനെ ഒന്ന് കളിപ്പിച്ചിട്ടാണ് കേട്ടോ ബാക്കി നമ്മൾ ഒതുക്കാനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനെ ഒന്ന് കുട്ടികൾ അവർ 3 പേരും ഇരുന്ന് കളിക്കാനായിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് തൂത്തങ്ങെടുക്കാമെന്ന് വിചാരിച്ചു. തുടയ്ക്കാനുള്ള അഴുക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പാണ് കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആഴ്ചയിൽ ഒരു 2 വട്ടം അങ്ങനെയാണ് കേട്ടോ തുടയ്ക്കുന്നത്. ഡെയിലി ഞാനങ്ങനെ തുടയ്ക്കാറില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ എല്ലാം ഒന്ന് തൂത്ത് അങ്ങ് എടുക്കുകയാണേ. ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്തെ റൂമും കൂടി ഒന്ന് തൂത്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു റൂം പെട്ടെന്ന് അങ്ങ് തൂത്തിട്ട് നേരെ കുട്ടികളുടെ റൂമിലേക്ക് പോയി. അങ്ങനെ അവിടെയും ഞാൻ കർട്ടൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെയും അങ്ങ് ബെഡ്ഷീറ്റ് മാറ്റണമായിരുന്നു. അങ്ങനെ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് ഇവിടെ അങ്ങ് തൂത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയത്ത് റിച്ചൂട്ടിന് ഇങ്ങനെ ഭയങ്കര ബഹളമാണ് കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് തകൃതിയിൽ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് 3 പേരും കൂടെ. അങ്ങനെ ഞാൻ തൂക്കാനായിട്ട് ചൂല് എടുത്ത സമയത്ത് ഇയാൾ ചൂല് വാങ്ങാനായിട്ടാണ് ആദ്യം വന്നത്. പിന്നെ അവിടെ കട്ടിലിൻ്റെ ആ ഒരു സൈഡിലൊരു പൂവ് കണ്ടിട്ട് പിന്നെ അവിടെ അങ്ങ് സ്റ്റക്കായി കുറച്ച് നേരം നിന്നു. ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവുക കേട്ടോ. ഇങ്ങനെ ഇപ്പം നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ഭയങ്കര വെപ്രാളമാണ് അവന്. ഇങ്ങനെ സ്പീഡിന് പോവുക വീഴുക ഇത് തന്നെയാണ് അവൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് നീറ്റാക്കി എടുത്തു. അങ്ങനെ അവിടെ ഞാൻ മാറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് നേരെ ഹാളിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ്ങിൻ്റെ ഏരിയ ഒന്ന് തൂത്തെടുക്കണം. പിന്നെ നമുക്ക് ഡൈനിങ്ങും കിച്ചണും കൂടി തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് തൂത്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെയും തൂത്തു. അങ്ങനെ നമ്മൾ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗവും കൂടി ഒന്ന് തൂത്തെടുത്ത്. ഈ ഒരു സമയത്ത് മോനാണ് വീഡിയോ എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞു നല്ല കുഴപ്പമില്ല, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ പിന്നെ മൊത്തത്തിൽ ഇവിടെ അങ്ങ് തൂത്തെടുത്തു. ഇനി നമുക്ക് കിച്ചണും കൂടി ഒന്ന് തൂത്തെടുക്കണം. അങ്ങനെ നമ്മൾ കിച്ചണും കൂടി അങ്ങ് തൂത്ത് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ വാഷിംഗ് മെഷീനിൽ തുണി ഇടണം എന്നുള്ളതാണ്. മുകളിലാണ് കേട്ടോ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ എല്ലാം തൂത്ത് നീറ്റാക്കിയിട്ട് ഇവിടെ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങ് മുകളിലേക്ക് പോകുമായിരുന്നേ. അങ്ങനെ തുണിയൊക്കെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും. ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഓക്കേ.